Algebra, delivering world-class education. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പുലാശ്ശേരി ഗ്രീൻ വാലി പ്രദേശത്ത് 5ഓളം വീടുകൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. തഹസിൽദാർ ടി.ജി. ബിന്ദുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡ് പുലാശ്ശേരിയിൽ ഗ്രീൻ വാലി പ്രദേശത്ത് ബട്ടന്മാരുതൊടി അബ്ദുൽ അസീസ്, മുതിയാലപ്പറമ്പിൽ സതീഷ് എന്നിവരുടെ ഉൾപ്പെടെയുള്ള 5ഓളം വീടുകളുടെ മതിലുൾപ്പെടെയുള്ള ഭൂമി മണ്ണിടിച്ചിലിൽ താഴ്ചയിലേക്ക് പതിച്ചു. വീടിനോട് ചേർന്നുള്ള ഏകദേശം 50ഓളം അടി താഴ്ചയിലേക്കാണ് വീടിന് സമീപത്തുള്ള ഭൂമി ഇടിഞ്ഞു വീണത്. ബാക്കിയുള്ള വീടുൾപ്പെടെയുള്ള ഭൂമി കനത്ത മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ്. ഇക്കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ കനത്ത മഴയിൽ കൊപ്പം പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെട്ട ഗ്രീൻ വാലി പ്രദേശത്ത് ഏകദേശം 4-5 വീടുകളുടെ അടുത്തായി ഒരു 50 അടിയോളം താഴ്ചയുള്ള പ്രദേശമാണ്. ഈ 4-5 വീടിൻ്റെയും ഒരു ഭാഗം അപ്പാടെ ഈ കനത്ത മഴയിൽ ഇടിഞ്ഞ് വലിയ ഭീഷണിയാണ് ഈ 4-5 വീട്ടുകാർ നേരിടുന്നത്. അവർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയി. പക്ഷേ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയാവുന്നതിനും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിൽ ഈ വിഷയം അവതരിപ്പിച്ചതിൻ്റെ വിഷയം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ MLAയുടെയൊക്കെ നിർദ്ദേശപ്രകാരം പട്ടാമ്പി താലൂക്ക് തഹസിൽദാരും അതുപോലെ തന്നെ അഡീഷണൽ തഹസിൽദാർമാർ ഉൾപ്പെടെ വില്ലേജ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഈ സ്ഥലം പോയി സന്ദർശിച്ച് അതിൻ്റെ ഗൗരവം തഹസിൽദാറിൻ്റെ ശ്രദ്ധയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൊടുത്ത് ഒരു അനുകൂല നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് തഹസിൽദാർ അറിയിച്ചിട്ടുള്ളത്. ഈ 4-5 വീടുകാർ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ മുതിയാലപ്പറമ്പിൽ സതീഷ് ഉൾപ്പെടെയുള്ള ഈ 4-5 വീട്ടുകാർ അവരെ കൊണ്ടൊന്നും കെട്ടാൻ കഴിയാത്ത അത്രയും വലിയ കെട്ടിപ്പൊക്കാൻ കഴിയാത്ത അത്രയും വലിയ ഒരു രീതിയിലാണ് ഇടിഞ്ഞ് ഭൂമി നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അടുത്തൊരു മഴ കൂടി വന്നാൽ ഇത് വീടിനുകൂടി പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. MLA മുഹമ്മദ് മുഹസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തഹസിൽദാറോട് വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുക്കാനും പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ ടി.ജി. ബിന്ദു, പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സെയ്ദ് മുഹമ്മദ്, അഫ്സദ്, KC കൃഷ്ണകുമാർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് K ഷാജി തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകി. കഴിഞ്ഞ താലൂക്ക് വികസന സമിതിയിലെ കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഉന്നയിച്ച വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊപ്പം വില്ലേജിലെ സതീഷ് കുമാർ മുതൽപേരുടെ വീടിൻ്റെ പിൻഭാഗത്ത് ഒരു 15 മീറ്ററോളം താഴ്ചയിൽ മണ്ണ് ഇടിഞ്ഞ് വീഴുന്ന അവസ്ഥയുണ്ടായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അവിടെ ജീവിക്കാനുള്ളൊരവസ്ഥ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നേ ദിവസം വന്ന് സ്ഥലം പരിശോധിക്കുകയും അത് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ചു വരുത്തി ആരാണ് മണ്ണെടുക്കുന്നതിന് ഉത്തരവാദിയായെന്നുള്ള വിവരം റിപ്പോർട്ട് ചെയ്യുന്നതിനും ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് അറിയിക്കുകയാണ്.